അപ്പോൾ നമ്മളിന്ന് നമ്മുടെ PCC നമ്മുടെ വിസ TRP കഴിയാറായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് PCC എടുക്കാം. അപ്പോൾ PCCക്ക് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിരുന്നു ഒരു 2 weeks മുന്നേ. അപ്പോൾ PCC ഓക്കെ ആയെന്ന് പറഞ്ഞ കോള് വന്നു. അപ്പോൾ ഇവനാണ് കോള് വന്നത്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളും കൊടുത്തതല്ലേ, അപ്പോൾ വീട്ടിലിങ്ങനെ പോലീസൊക്കെ വന്ന് അന്വേഷിച്ചു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആയിട്ടുള്ള എന്തായാലും പോവാ. അപ്പോൾ ചുമ്മാ ചോദിച്ചോക്കാന്ന് വിചാരിച്ച് ഞാനും പോന്നു. നമ്മുടെ ഇവിടുത്തെ ഇന്ത്യൻ എംബസി ലുബ്ലിയാനയിലാണ് ഗൈസ്. നമ്മളിപ്പോൾ ട്രെയിനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൗണ്ട് കേട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയൊരു വീഡിയോ ഇൻഫർമേഷൻസ് ഒക്കെ തരാം. സോ ഗൈസ് അത്രേ ഉള്ളൂ. പിന്നെ കാണാം. നമ്മൾ ലുബ്ലിയാന റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം തോന്നുന്നു, നടക്കാൻ കുറച്ച് ദൂരമുണ്ട്. സ്റ്റേഷനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല വിശക്കുന്നുണ്ട്. ഇവിടെ കുറേ അടിപൊളി ഹോട്ടൽസ് ഉണ്ടെന്നൊക്കെ പറയുന്നത്. ഹൈദരാബാദി ബിരിയാണി ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നല്ലേ. വിൽ ട്രൈ. അതെ, പനി പിടിച്ചെന്റെ മുഖം കണ്ടില്ല ആകെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി നേരെ എംബസിക്ക് പോവാം. എംബസി പോയിട്ട് കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. പൈസ അങ്ങനെ എംബസീൻ്റെ അടുത്ത് എത്താറായി. ഇവിടുന്ന് കുറച്ച് ഏകദേശം ഒരു 100 മീറ്റർ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 600-700 മീറ്റേഴ്സ്. അത്രേ ഉള്ളൂ, അടുത്താണ്. നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഒരു ഇന്ത്യൻ്റെ കൊടി? ഇവിടെയാണ് ഗായ്സ് ഇന്ത്യൻ എംബസി. ഇവിടെ നമുക്ക് കുറേ മലയാളീസിനെ കാണാം. പക്ഷെ ഇന്ന് ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറേ മാരിബോറിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒത്തിരി മലയാളീസിനെ ചുമ്മാ റോട്ടിൽ ഇറങ്ങി നടക്കുമ്പോൾ കാണാൻ പറ്റും. മാരിബോറൊക്കെ അങ്ങനെയായി വരുന്നുണ്ട്. അതെ, അതാ ഗായ്സ് ഇന്ത്യൻ്റെ കൊടി. നമ്മളങ്ങനെ എംബസിയിലേക്ക് എത്തിയിരിക്കുക. എൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് ആണെന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇതാണ് ഇന്ത്യൻ എംബസി. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ. അവിടെ എഴുതി കൊടുക്കണം നമ്മൾ. നമുക്കിപ്പോൾ മേലേക്ക് കയറി പോവാം. ഞാൻ ഫസ്റ്റ് ഫ്ലോറിലാണ് ഗൈസ് നമ്മുടെ. അതെ, എന്തായാലും ഒന്ന് ചെന്ന് നോക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോ അല്ല അടുത്ത പോർഷൻ. യെസ്, ഭയങ്കര തിരക്കായിരുന്നു. ഏകദേശം എത്ര 1 മണിക്കൂറൊക്കെ നിന്നുണ്ടാവൂലേ? ഇവര് പെട്ടെന്നൊന്നും തരുന്നില്ല. അങ്ങനെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. അതെ, അയ്യോ ഇന്ന് നല്ല തിരക്കായിരുന്നു. ബുധനാഴ്ച മാത്രമേ PCC അപ്ലൈ ചെയ്യാനോ PCC കളക്ഷൻ ഒക്കെ ഉള്ളൂ തോന്നുന്നു. സോ അതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു.
അപ്പോൾ എന്തായാലും ഞങ്ങൾ എംബസി വിടുകയാണ്. ഇനി വല്ലതും കഴിക്കട്ടെ, നല്ല വിശപ്പ്. ഹൈദരാബാദ് ബിരിയാണി കഴിക്കണം എന്നാണ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കാര്യങ്ങളൊക്കെ. സത്യം പറഞ്ഞ ഗായ്സ്, മാരിബറിൽ നിന്ന് ലുബ്ലിയാന ഭയങ്കര വ്യത്യസ്തമാണ്. കാരണം ഇവിടെ ഫുള്ള് സിറ്റിയാണ്. മാരിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പീസ്ഫുള്ളായിട്ട് കുറേ ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇത് ശരിക്കും ഒരു സിറ്റിക്ക് വന്ന പോലെ തന്നെയുണ്ട്. എന്ത് ഇവിടെ ഏറ്റവും അടുത്തത് ഏതാ നോക്ക്. നമസ്തേലൊക്കെ പോയി ഞങ്ങൾ ഇങ്ങോട്ടാണ്, റിക്ഷയ്ക്കാണ് വന്നത്. ഇത് ക്ലോസ്ഡ് ആണ്. പക്ഷെ വീണ്ടും നമസ്തേലേക്ക് തന്നെ വീണ്ടും പോകേണ്ട ഒരവസ്ഥയാണ്. അവിടെ വന്നിട്ട് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാന്ന് വിചാരിക്കുന്നത്, നോക്കാം. അങ്ങനെ വീണ്ടും നമസ്തേൽ തന്നെ വന്നു. ഇതുവരെ കഴിച്ചത് എല്ലായ്പ്പോഴും കഴിക്കുന്ന ചിക്കൻ ടിക്കയും കാര്യങ്ങളും മാത്രമായിരുന്നു. പക്ഷെ അതെ, ഞാൻ ഇത് കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള പൂരി. ഇത് പൂരി അല്ലേ? അതെ, ഇത് കഴിച്ചു നോക്കി എങ്ങനെ ഉണ്ടെന്ന് പറയട്ടെ. എങ്ങനെയുണ്ട്? ആദ്യം നിങ്ങൾ കണ്ട് കുറച്ച് എടുക്കുന്നേ, അപ്പോഴേക്കും ഫോണിൻ്റെ സ്റ്റോറേജ് കഴിഞ്ഞു. പിന്നെ വീഡിയോസ് ഡിലീറ്റ് ചെയ്തിട്ടാണ് വീണ്ടും എടുത്തത്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കിയപ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ഞങ്ങളൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് അടുത്ത സമയം വരുന്നതാണ്. ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒന്നും തരാൻ പറ്റിയിട്ടില്ല. ഗൈസ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയോണ്ടിരിക്കുകയാണ്. ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ ഞാൻ തിരക്കാണെന്നുണ്ടെങ്കിൽ